വിത്ത് കസാവിയ പാരഡൈസ് എവറി ഒക്കേഷൻ ഈസ് പെർഫെക്റ്റ്. കസാവിയ പാരഡൈസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു പ്രോഗ്രാമും അടിപൊളിയാക്കാൻ പറ്റും. ഒരു സ്വർഗത്തിൽ വന്ന ഒരു അനുഭൂതി എന്നൊക്കെ ഞാൻ തമ്മിലിൽ പറഞ്ഞത് സത്യമാണ് കേട്ടോ. നിങ്ങൾക്കിത് ഈ ഒരു അനുഭൂതി അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇവിടെ വരണം. അത്രയും അടിപൊളിയാണ്. ഇവിടെ വന്ന സമയത്ത് നമ്മൾക്ക് ഒരു വെക്കേഷൻ സമയത്തൊക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വരുമായിരുന്നു. ഭയങ്കര ഒരു എൻജോയ്മെൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു പാർട്ടി ഉണ്ടെങ്കിലും, കല്യാണ പാർട്ടിയോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പ്രോഗ്രാമോ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. നല്ല അടിപൊളി കാർ പാർക്കിങ്ങും പിന്നെ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്ലേസുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ വന്ന ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്, നല്ല വൈബുള്ളൊരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓണർ സൽമാൻ കെ ആണ്. അപ്പോൾ സൽമാൻ കെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ജെൻറ്റിൽമാനായിട്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ആളെ കാണുമ്പം തന്നെ അറിയാം. അപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വി ക്രിയേഷന് വേണ്ടിയിട്ട് ഒരുക്കി തന്ന സൽമാൻ കെക്കാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത്. അപ്പം നല്ലൊരു അടിപൊളി സ്ഥലവും പിന്നെ അവർ ഒരുക്കി തന്നിട്ടുള്ള സദ്യയാണെങ്കിൽ ഗംഭീരമായിരുന്നു. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നത് സൽമാൻ കെയുടെ ആ ഒരു നേതൃത്വത്തിലാണ്. അപ്പോൾ സൽമാൻ കെക്കുള്ള ഒരു ചെറിയൊരു മൊമെൻറ്റും ആണ് ഇവിടെ ആദ്യം തന്നെ കൊടുക്കുന്നത്. ഒരു സൂപ്പർ ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു റിസോർട്ടാണ്. അതിൻ്റെ ഓണർ സൽമാനാണ്. നിങ്ങളിവിടെ വരണം, സൽമാനെ കാണണം, സൽമാന്റെ റിസോർട്ടും ഫാം ഹൗസും ആസ്വദിക്കണം. സോ വി ക്രിയേറ്റേഴ്സിന്റെ ഓണം സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള സ്നേഹോപഹാരം ഇതാ സമ്മാനിക്കുന്നു ടീം വി ക്രിയേറ്റേഴ്സ്. താങ്ക് യു സൽമാൻ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. താങ്ക് യു. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അകത്ത് നിൽക്കണോ പുറത്ത് നിൽക്കണോ നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവും കേട്ടോ. കാരണം പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാൻ തോന്നില്ല. അത്രക്കും ഭംഗിയായിട്ടുള്ള ഒരു പ്ലേസാണ്. ഇപ്പം ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പം എന്തുമാത്രം അത് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇത് ഉള്ളിൽ കയറിയപ്പം ഉള്ളിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ പെയിൻറ്റിങ്ങൊക്കെ ഭയങ്കര ഒരു അട്രാക്റ്റീവാണ് കേട്ടോ. ഭയങ്കര രസമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള അടിപൊളി പെയിൻറ്റിങ് ആണ്. പെർഫെക്റ്റ് എന്നല്ലാണ്ട് എന്താ പറയുക, ഒന്നും പറയാൻ വരുന്നില്ല. അത്രക്കും പെർഫെക്റ്റാണ്. ഇതാണ് നമുക്ക് സദ്യ ഒരുക്കിയിട്ടുള്ള അവരുടെ ഫുഡ് കഴിക്കുന്നൊരു പ്ലേസ്. അടിപൊളിയാണ്. എന്തൊരു ഭംഗിയായിട്ടാണെന്ന് അറിയാം ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നിലമ്പൂരിൽ നിന്നായിരുന്നു ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. പക്ഷെ നിലമ്പൂരല്ല, നമുക്കിത് വണ്ടൂരിൽ നിന്ന് വാണിയംകുളം എന്നുള്ള സ്ഥലത്തേക്ക് വന്നിട്ട് കസാവിയ പാരഡൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും. അപ്പോൾ അടിപൊളി സദ്യയായിരുന്നു, സൂപ്പർ സദ്യ എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു പെരുമാറ്റമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എല്ലാ സ്റ്റാഫുകളും നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡ് ഒന്ന് തീർന്നു കഴിഞ്ഞാൽ അതെല്ലാ സ്ഥലത്തും നമുക്ക് വീണ്ടും വീണ്ടും വിളമ്പിത്തരും. പക്ഷേ ഇവരങ്ങനെയല്ല. നമ്മളൊരു വീട്ടിലൊരു അതിഥികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിഥികളെ ട്രീറ്റ് ചെയ്യാം, ഒരു ഗസ്റ്റിനെ ആ ഒരു രീതിയിലാണ് നമുക്ക് അവിടെയുള്ള എല്ലാ ആൾക്കാരും ഓരോ ആൾക്കാരെയും സൽക്കരിക്കുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുവരെ ഒരു ഓണം പ്രോഗ്രാമിലും ഈ സദ്യ കഴിക്കുമ്പം ഇതുപോലുള്ളൊരു നല്ല അടിപൊളി സ്റ്റാഫ്, ഈ സ്റ്റാഫൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു സ്ഥാപനത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മുടെ കസേരക്കളിയാണ്. ഇത് ഭയങ്കര രസമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് കേട്ടോ. അപ്പോൾ വലിയ ആൾക്കാരുടെ കസേരക്കളി കഴിഞ്ഞു. പിന്നെ നമ്മുടെ സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ള ചെറിയ മക്കളുടെ കസേരക്കളിയാണ്. അത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു മക്കളുടേത്. അപ്പോൾ ഒന്നാമത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികളുടെ കസേരക്കളി അങ്ങനെ കഴിഞ്ഞു. പിന്നെ ലേഡീസിൻ്റെ കസേരക്കളിയാണ്. അപ്പോൾ അതും നല്ല ഭംഗിയായിട്ട് എല്ലാവരും ആസ്വദിച്ചു. നമുക്ക് എല്ലാവർക്കും നമ്മളൊരു വേറൊരു വീട്ടിൽ പോയിട്ടുള്ള ഒരു പ്രതീതിയായിരുന്നു ഇവിടെ വന്നപ്പം. ഇതൊരു റിസോർട്ടാണെന്നൊന്നും നമുക്ക് തോന്നില്ല. അത്രയും പെർഫെക്റ്റാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നല്ല എൻജോയ്മെൻറ്റോട് കൂടി നമുക്കിത് ആഘോഷിക്കാൻ പറ്റി. അപ്പം അങ്ങനെ ലേഡീസിൻ്റെ കസേരക്കളിയും കഴിഞ്ഞു. പിന്നെ ഇവിടെ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ മൊമെൻറ്റോ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രോഗ്രാമിനും മൊമെൻറ്റോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുക്കാനും ഭയങ്കര ഉത്സാഹമായിരുന്നു. പിന്നെ അടുത്തത് സ്പൂണിൽ നാരങ്ങ വെച്ചിട്ടുള്ള ലെമൺ സ്പൂണാണ്. ഇത് ഭയങ്കര രസമായിട്ട് എല്ലാവരും നന്നായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒരുപാട് മുൻപ് കണ്ടിട്ടുള്ള ഒരുപാട് ഐറ്റംസൊക്കെയാണ് നമുക്കിപ്പം ഈ ഓണം വെക്കേഷന് ഇതുപോലൊരു വി ക്രിയേഷൻ്റെ പരിപാടിയിൽ വന്നപ്പം കാണാൻ പറ്റിയിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തത് സുന്ദരിക്ക് പൊട്ടുകുത്തുന്നതാണ്. അപ്പോൾ ഇവർ ഇവിടെ കാർപ്പറ്റൊക്കെ മാറ്റി ആളിനെ ഒരു കൺഫ്യൂസ്ഡ് ആക്കിയിട്ടാണ്. പക്ഷെ ആൾ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സുന്ദരിക്ക് പൊട്ടുകുത്താൻ വേണ്ടിയിട്ട് അവരുടെ വാളിൽ വന്നിട്ട് ആദ്യം ഇങ്ങനെ കുറച്ചിങ്ങനെ സമയം ഹോൾഡ് ചെയ്തു. അപ്പോൾ അതും നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു പ്രോഗ്രാമും കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.